ബ്രാഹ്മണ സമുദായത്തിനായി അയിത്തം കൽപ്പിക്കപ്പെട്ട് ശങ്കരാചാര്യർ തീർത്ഥാടനം നടത്തുന്ന കാലം. തന്റെ അമ്മയുടെ ശ്രാദ്ധകർമ്മം അനുഷ്ഠിക്കാൻ കഴിയാതെയായി ആചാര്യസ്വാമികൾക്ക്. ബലികർമ്മം ചെയ്യുമ്പോൾ ആചാര്യൻ, ശ്രാദ്ധമുണ്ണാൻ ഒരാൾ, ദാനം സ്വീകരിക്കാൻ മറ്റൊരാൾ എന്നിങ്ങനെ 3 പേർ വേണ്ടിയിരുന്നു. എന്നാൽ അയിത്തം മൂലം ആചാര്യസ്വാമികൾക്ക് ഇവരെ ലഭിക്കുകയുണ്ടായില്ല. ഈ സമയം തിരുവല്ലത്തെത്തിയ ആചാര്യസ്വാമികൾക്ക് അമ്മയുടെ ശ്രാദ്ധകർമ്മം പൂർത്തീകരിക്കാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ബ്രാഹ്മണ വേഷത്തിൽ അവതരിച്ചുവെന്നും ദിവ്യദൃഷ്ടിയാൽ ഇതറിഞ്ഞ ആചാര്യസ്വാമികൾ കർമ്മങ്ങൾ പൂർത്തീകരിച്ചത് ഇപ്പോൾ ക്ഷേത്രത്തിനു വെളിയിൽ ബലിമണ്ഡപം സ്ഥിതി ചെയ്യുന്ന കരമന നദിയുടെ തീരത്ത് വച്ചാണ് എന്നുമാണ് ഐതിഹ്യം. പിൽക്കാലത്ത് ഈ സ്ഥാനം ചെമന്തക പഞ്ചതീർത്ഥം എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ഷത്രിയ നിഗ്രഹം നടത്തിയ ശേഷം പരശുരാമൻ പാപപരിഹാരാർത്ഥം പിതൃക്രിയകൾ അനുഷ്ഠിച്ചത് തിരുവല്ലത്ത് വച്ചാണ് എന്നുമാണ് പുരാണം. ഇതുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ വിഷ്ണുവിന്റെ പ്രതിഷ്ഠ പരശുരാമ സങ്കല്പത്തിൽ നടത്തിയത് എന്നും പറഞ്ഞുവരുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ശ്രീകോവിൽ ഒരേ നാലമ്പലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പരശുരാമ ചൈതന്യമുള്ള ശ്രീ പരശുരാമ പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞാൽ ബ്രഹ്മദേവനും, അത് കഴിഞ്ഞാൽ മഹിഷാസുരമർദിനിയും, മത്സ്യമൂർത്തിയും, വേദവ്യാസനും, സുബ്രഹ്മണ്യനും, തുടർന്ന് കിഴക്ക് ദർശനമായി ശ്രീ പരശുരാമൻ്റെ ഗുരുവായ ശ്രീ മഹാദേവനും നാലമ്പലത്തിനകത്ത് കുടികൊള്ളുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് പുറത്ത് ഗണപതിയും, ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് മുകളിലായി ശ്രീധർമ്മശാസ്താവും, അത് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനും ഈ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിന് പുറത്ത് ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ കന്യാവ് പൂജ എന്നറിയപ്പെടുന്ന, അതായത് ഒരു ശിശു ജനിക്കുന്ന സമയത്ത് തന്നെ മരിക്കുകയാണെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു, ജന്മം കിട്ടിക്കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഈ കുട്ടി അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മരണമടയുമ്പോൾ ആ കുട്ടിക്ക് സ്വാഭാവികമായും ജീവൻ കിട്ടിയ ഈ കുട്ടിയുടെ മരണകർമ്മങ്ങൾ സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്. അത് തിരുവല്ലം ക്ഷേത്രത്തിൽ മാത്രമേ അതിനുള്ള ഒരു സൗകര്യമുള്ളൂ. ശ്രീ കൃഷ്ണസ്വാമിയുടെ അമ്പലത്തിനോട് ചേർന്ന് കന്യാവ് പൂജയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു നെല്ലിമൂട്, അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവും ഒരു ദേവി പ്രതിഷ്ഠയും അതിനോട് ചേർന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി അരയാലിൻ ചുവട്ടിൽ നാഗരുടെ പ്രതിഷ്ഠയും, അതോടൊപ്പം തന്നെ ഉടയവർ, ഭഗവതി എന്നിവരും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മറ്റ് ദേവന്മാരെക്കാളും ഉപരി പഴമക്കാർ പറയുന്നത്, ഈ ക്ഷേത്രതന്ത്രിയും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇവിടെയുള്ള ശിവൻ്റെ പ്രതിഷ്ഠ സ്വയംഭുവായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. അത് വളരെ ചൈതന്യവും വളരെ ശക്തിയുമുള്ള ഒരു മഹാദേവ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ക്ഷേത്രോൽപത്തി മുതൽ ഈ ക്ഷേത്രത്തിലെ പുരോഹിത സ്ഥാനം മൈവാടി മഠം കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നുമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ദേശത്തുനിന്നും ഇളയത് സമുദായത്തിൽപ്പെട്ട ഈ കുടുംബക്കാർക്ക് ക്ഷേത്രത്തിലെ പുരോഹിത സ്ഥാനം കൽപ്പിച്ചു നൽകിയത്. ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രം എന്ന നിലയിൽ ഇത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പുരാണവും ഐതിഹ്യവും ഇടകലരുന്ന ഇവിടം ഭക്തജനങ്ങൾക്ക്
മോക്ഷപ്രാപ്തിക്കായുള്ള അഭയസ്ഥാനവുമാണ്.